തരൂരിന്റെ പോക്ക് എങ്ങോട്ടാണ്? കോൺഗ്രസിന്റെ കസേരയിലിരുന്ന് ബി.ജെ.പിക്ക് അരിയാട്ടുന്ന തരൂരിന്റെ രാഷ്ട്രീയം തരം താഴ്ന്നിരിക്കുകയാണ്. പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ താനില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞ അതേ തരൂര് അമിത്ഷായ്ക്ക് സഭയിലിരുന്ന് കൈയടിക്കുകയാണ്. അപ്പോൾ എവിടെയാണ് തരൂർ ഉള്ളത്? പ്രതിപക്ഷത്തോ അതോ ഭരണപക്ഷത്തോ? മനസ്സുകൊണ്ട് മോദി ആരാധകനും ശരീരം കൊണ്ട് കോൺഗ്രസുകാരനുമായിട്ട് ഇങ്ങനെ രണ്ടും കെട്ട് ജീവിച്ചിട്ട് എന്ത് കാര്യമാണുള്ളതെന്നാണ് ചോദിക്കാനുള്ളത്. ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട ലോകസഭയിലെ ചർച്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസംഗത്തിന് കൈയടിച്ച കോൺഗ്രസ് MP ശശി തരൂർ നിൽക്കുമ്പോൾ കോൺഗ്രസ് അന്തം വിടുകയാണ്. തരൂരിനെ മൈൻഡ് ചെയ്യേണ്ട എന്ന തീരുമാനത്തിൽ കോൺഗ്രസ് നിന്നുവെങ്കിലും സഭയിൽ അമിത്ഷായ്ക്കായി കൈയടിച്ച തരൂരിനെ കണ്ടപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പെരുവിരലിൽ നിന്നും ഇരച്ചു കയറി. ഓപ്പറേഷൻ മഹാദേവിലൂടെ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരരെ വധിച്ചുവെന്ന് അമിത്ഷാ പ്രസംഗത്തിൽ വെളിപ്പെടുത്തിയപ്പോഴായിരുന്നു തരൂർ ഡെസ്കിലടിച്ച് പിന്തുണച്ചത്. പ്രതിപക്ഷത്തു നിന്നും മറ്റാരും ഡെസ്കിലടിച്ചില്ല. തരൂരിന് പിന്നാലെ കോൺഗ്രസിലെ മറ്റ് ഒരു മുതിർന്ന നേതാവായ മനീഷ് തിവാരിയും പാർട്ടി നേതൃത്വത്തിന് പരോക്ഷ മറുപടിയുമായി രംഗത്തേക്കെത്തി. ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ ലോകസഭയിൽ സംസാരിക്കുന്ന കോൺഗ്രസ് MP-മാരുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട മനീഷ് തിവാരി ഭാരതത്തിന്റെ മഹത്വത്തെ വാഴ്ത്തുന്നു എന്ന ഗാനത്തിന്റെ ഭാഗമായാണ് എക്സിൽ പങ്കുവച്ചത്. ചർച്ചയിൽ പങ്കെടുക്കുവാൻ അനുവാദം ചോദിച്ചുവെങ്കിലും പാർട്ടി നിരാകരിച്ചതിന് പിന്നാലെയാണ് തിവാരി പ്രതികരണം എത്തിയത്. കേന്ദ്ര സർക്കാർ വിദേശത്തേക്ക് അയച്ച കോൺഗ്രസ് MP-യാണ് മനീഷ് തിവാരി. തരൂരിനൊപ്പം നേതൃത്വത്തിനെതിരെ സോണിയാഗാന്ധിക്ക് കത്തെഴുതിയ സംഘത്തിലും തിവാരി ഉൾപ്പെട്ടിരുന്നു. മനോജ് കുമാർ അഭിനയിച്ച പുരം ഓർ പശ്ചിം എന്ന ചിത്രത്തിലെ ഗാനം എക്സിൽ പങ്കുവച്ച തിവാരി, ഞാൻ ഭാരതീയനാണ്, ഭാരതത്തിന്റെ മഹത്വത്തെ വാഴ്ത്തുന്നു, ജയ് ഹിന്ദ് എന്ന് കുറിച്ചിരുന്നു. മോദിയെ പുകഴ്ത്തി പലതവണ തരൂർ വന്നപ്പോൾ പൊന്നു കായ്ക്കുന്ന മരം തലയ്ക്ക് മുകളിൽ വന്നാൽ വെട്ടണമെന്ന് പല പ്രാവശ്യം കോൺഗ്രസ് പറഞ്ഞുവെങ്കിലും പിന്നീട് തരൂരിനെ മാറ്റി നിർത്തുകയായിരുന്നു. തരൂർ കോൺഗ്രസിന്റേതായ ഒരു പരിപാടിക്കും എത്താറില്ല. അതേസമയം അപ്പുറത്ത് മോദി പൂജ ചെയ്യുകയാണ്. ആദ്യമായിട്ടല്ല തരൂർ മോദിയെ പ്രശംസിക്കുന്നത്. 2014 അഥവാ മോദി ഗവൺമെന്റ് അധികാരത്തിലേറിയ ആദ്യത്തെ വർഷം ഗവൺമെന്റ് കൊണ്ടുവന്ന സ്വച്ഛ് ഭാരത് മിഷൻ എന്ന പദ്ധതിയെ തുടർന്നുള്ള പ്രോഗ്രാമിലും മോദിയെ പ്രശംസിച്ച തരൂർ എത്തിയിരുന്നു. അന്നും കോൺഗ്രസ് വിടുന്നു എന്ന വാർത്തകൾ പ്രചരിച്ചുവെങ്കിലും 11 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ വാർത്തകൾ തല്ലിക്കെടുത്തി. എന്നാൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ശുചിത്വ തൊഴിലാളികളുടെ അവകാശത്തിന് പ്രാധാന്യം നൽകിയിട്ട് മാത്രമായിരുന്നു പദ്ധതി തുടങ്ങേണ്ടത് എന്ന് അന്ന് തരൂർ പറഞ്ഞിരുന്നു. അതാരും ശ്രദ്ധിച്ചില്ല. 2018 മോദി ഗവൺമെന്റിനെ വിമർശിച്ചുകൊണ്ട് പലവരും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ എഴുത്തിലൂടെ പറഞ്ഞ വ്യക്തിയായിരുന്നു തരൂർ. പക്ഷേ അതേ തരൂർ സഭയിൽ വെച്ച് കോൺഗ്രസിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് അമിത്ഷായ്ക്ക് കൈയടിക്കുമ്പോൾ തരൂർ ഇപ്പോൾ കോൺഗ്രസിലെ വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ്.